بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. الحمد لله. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും 14 തറാവീഹകൾ പൂർത്തിയാക്കി വളരെയേറെ പ്രതീക്ഷയോടുകൂടി 15ാമത്തെ റമളാനിൽ നമ്മളെല്ലാവരും, അതായത് 15ാമത്തെ തറാവീഹിനു വേണ്ടി 14ാമത്തെ നോമ്പ് എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഈമാനികമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടും വളരെ റാഹത്തോടു കൂടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണല്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന എന്ന് തുടങ്ങിയിട്ടുള്ള അവൻ്റെ ഈ ഒരു നൽകിയ ഈ പകല് നൽകിയ അവൻ നൽകിയ സമ്മാനത്തിന് പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാവരും നമ്മൾ ഈ സദസ്സിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്നും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ദുആക്ക് ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ഈ ഒരു ദുആക്ക് വല്ലാത്തൊരു മനോഹാരിത ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനത്തെ ആ സദസ്സ് ശരിക്കും ഈ ദുആ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണിലിങ്ങനെ നിറയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ പ്രത്യേകിച്ച് മദീന പള്ളിയെ പറ്റി പറയുമ്പം തന്നെ അവിടെ ഇന്നും നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇന്നും അതുപോലെ തന്നെ പഠനാർഹമായിട്ടുള്ളൊരു ഏരിയ ആണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരുടെ ഹുജറാത്തുകൾ അല്ലേ. ഹുജറാത്തുകൾ എന്ന് പറഞ്ഞാൽ മുറികൾ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മദീനയെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുക. അപ്പം സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മൾ ആ വിഷയമായിട്ട് ഏകദേശം നമുക്ക് കേട്ട് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പറ്റി പറയുന്ന സമയത്തും റസൂലിൻ്റെ സഹാബാക്കളെ പറ്റി പറയുന്ന സമയത്തൊക്കെയും പെട്ടെന്ന് നമുക്ക് ആ മദീനത്തെ എന്താ പറയുക, ആ ഇൽമിനോട് ആർത്തിയും ദീനിൽ അത്രയും എന്താ പറയുക ഒരു ഹൃദയം തുറന്നിട്ട് സ്വർഗം വരെ, കാരണം നമുക്കാർക്കും ഉറപ്പില്ല. ഇന്ന് നമ്മൾ അൽഹംദുലില്ലാ ഈമാനും തഖ്വയും ഇബാദത്തും ഒക്കെയുള്ള സാലിഹ്യങ്ങളിൽപ്പെട്ട ആളായിരിക്കും. പക്ഷേ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ ഈമാനിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ആർക്കും ഉറപ്പില്ല. അപ്പം അത് സ്വർഗം വരെയാണ് നമുക്ക് ആ ഉറപ്പ് വേണ്ടത് അല്ലേ. മരണം വരെ അല്ല, സ്വർഗം വരെ നമുക്ക് ഉറപ്പ് വേണം. അത്രയും നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ കുറച്ച് വാശിക്കാരാവണം അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ളൊരു സഹാബാക്കളുടെ ഒരു കൂട്ടം, റസൂലിൻ്റെ ഭാര്യമാർ, നേരെ അവിടെ തന്നെ അവരുടെ ശത്രുക്കളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയും മനസ്സിൽ കാണുന്ന ആ ഒരു രംഗമാണ് സുബ്ഹാനല്ലാഹ് ഇന്നത്തെ ഹദീസ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂല് പഠിപ്പിച്ചതായിട്ട് നമുക്ക് ആ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ ഹൃദയം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുസരണയും അള്ളാഹുവിൽ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന് വിധേയമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നൊരു ഇതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള, അതുപോലെ നമ്മളെല്ലാവരും സ്ഥിരം ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ സുബ്ഹാനല്ലാഹ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം എന്താ പറയുക, ഗൗരവപരമായിട്ടുള്ളൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സുബ്ഹാനല്ലാഹ് ഇപ്പം അടുത്താണ് മനസ്സിലാക്കാൻ പറ്റിയത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത്രമാത്രം ഗൗരവപരമാണ് ഈ ദുആന്റെ, അതായത് ഇതൊരു തൂണാണ്. ഈ തൂണ് യഥാർത്ഥത്തിൽ അവിടെ നിലനിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇളകിപ്പോവും അല്ലേ. നമുക്കറിയാം തൂണിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻസ്. ഒരു വീട് അല്ലെങ്കിൽ ഒരു മസ്ജിദ് അല്ലെങ്കിൽ ഒരു ടെൻറ്റ്, ഇതൊക്കെയും ആ തൂണിൽ എത്രത്തോളം ഒരു താങ്ങ് അതിനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മുസ്ലിമിൻ്റെ സത്യവിശ്വാസിയുടെ ഖൽബുള്ള ഏതൊരുത്തൻ്റെയും
ഏതൊരു മുഅ്മിനിന്റെയും അത്രമേൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്, ഈ ദുആ. കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാം നമ്മളുടെ റബ്ബ് നമ്മളുടെ വേഷത്തിലേക്കല്ല നോക്കുന്നത്, നമ്മളുടെ എന്താ പറയാ സൗന്ദര്യത്തിലേക്കോ അല്ലെങ്കിൽ സമ്പത്തിലേക്കോ നമ്മളുടെ കുടുംബത്തിലേക്കോ, അതൊന്നുമല്ല നമ്മളുടെ റബ്ബിന്റെ എന്ത് നോട്ടം. നമ്മളുടെ റബ്ബിന്റെ നോട്ടം നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഹൃദയം ഏറ്റവും നന്നായിരിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മളുടെ ഹൃദയം മാറ്റാനും അവിടെ നിലനിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ദുആ ചെയ്യാൻ പോകുന്നത്. അള്ളാഹും അർഷദ് മൗലവി സ്ക്രീനിൽ ഉണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും ദുആയിലേക്ക് കടക്കാം. സൗണ്ട് കുറവാണ്. اللهم مصرف القلوب صرف قلوبنا على طاعتك. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഏവർക്കും അത്രയും സുപരിചിതമായിട്ടുള്ള ഒരു ദുആ ആണല്ലേ ഇത്. ഹൃദയങ്ങളെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നിന്റെ അനുസരണയിലേക്ക്, അതായത് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അള്ളാഹു എന്തെന്നാണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ വിധത്തില് നമ്മളുടെ ഹൃദയത്തിന് നീ തിരിച്ചു വിടണമെന്ന് നമ്മള് ഹൃദയത്തിന്റെ റബ്ബായിട്ടുള്ള അള്ളാഹുവിനോട് തേടാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ ഒരു ദുആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് മദീനയിലേക്ക് ഇത്രയും നമ്മളുടെ കണ്ണുകൾ എത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു സ്വഹാബിന്റെ പേര് പറഞ്ഞു അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു. കാരണം അവർ ഈ ദുആ പഠിപ്പിച്ചിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് മുമ്പ്, പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന റസൂല് പറഞ്ഞിരുന്നുണ്ട്. മുന്നിൽ ഒരുപാട് സഹാബാക്കളും അതുപോലെ ഇൽമിന് ദാഹികളായിട്ടുള്ള ദീനിന്റെ കാവലാളുകളായിട്ടുള്ള ആ സഹാബാക്കൾ റസൂലിന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഇൽമിന്റെ സദസ്സ് നമ്മൾ അത്രയും ഹൃദ്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. റസൂലിന്റെ പ്രസ്താവന എന്താണെന്നറിയാം? തീർച്ചയായും മനുഷ്യരുടെ ഹൃദയങ്ങള് പരമകാരുണികനായിട്ടുള്ള റബ്ബിന്റെ 2 വിരലുകൾക്കിടയിലാണ്. എന്നാൽ അതായത് മുഴുവൻ മനുഷ്യന്മാരുടെ ഹൃദയം പറയുന്നത്, എന്റെയോ നിങ്ങളുടെയോ മുഅ്മിനീങ്ങളുടെയോ മുസ്ലിങ്ങളുടെയോ മാത്രമല്ല കേട്ടോ, ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ഹൃദയങ്ങള് അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. എന്നാലോ എന്നിട്ട് അതിനെ ഉപമപ്പെടുത്താണ് കേട്ടോ. അതാകട്ടെ മുഴുവൻ മനുഷ്യന്മാരുടെ ഹൃദയവും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഖൽബിൻ വാഹിദ്, ഒരു ഹൃദയം പോലെ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് എന്താണ്, ഒരു ഹൃദയം പോലെ അത് എളുപ്പമാണ്. മുഴുവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ ഹൃദയം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് അതൊക്കെയും ഒരു ഹൃദയം തിരിച്ചുവിടുന്നത് പോലെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മളെ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്? അവൻ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കി അവൻ അതിനെ തിരിച്ചു കൊണ്ടേയിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവിടെയാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങേണ്ടത്. അവിടെയാണ് നമ്മളുടെ ഹൃദയത്തിന്റെ ചിന്തകള്, ആലോചനകള്, പിന്നെ രഹസ്യമായിട്ട് നമ്മൾ പലരെയും പറ്റി ചിന്തിക്കുന്ന കാര്യങ്ങൾ, നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ത്വര, ഇനി അലസത, അവഗണന, അങ്ങനെ തുടങ്ങി ഹൃദയത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ടോ അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്കുള്ള തൗഫീഖിന്റെ അളവ്. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ബലഹീനയാണ്, എനിക്ക് നീ ശക്തി തരണേ എന്നുള്ള ആ ഒരു വിനയപ്പെടലും മാക്സിമം നമ്മളുടെ കഴിവിന്റെ ഏറ്റവും മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ റബ്ബ് ആ ഹൃദയം നോക്കി അവനക്ക് വേണ്ടത് നൽകും. എന്നാൽ ഒരുവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി, ആരോഗ്യവും അവസരവും ചുറ്റുപാടുകളും അതിനുള്ള ആൾക്കാരും അതിനുള്ള സൗകര്യവും അതിനുള്ള ഇൽമും നൽകി. പക്ഷെ അവന്റെ ഹൃദയം
സ്റ്റിൽ, അതായത് ഇപ്പോഴും അലസതയിലും മടിയിലും ഈ ഈ രണ്ടരക്കാത്ത നിസ്കാരത്തിലെ കുഴപ്പമില്ല, അതിപ്പോ നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ തന്നെ ഞാൻ വേറെന്തെല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു തെറ്റായ ചിന്തകളാണ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ അമലുകളും അവന്റെ ലിസ്റ്റിൽ നിന്ന് അവനക്ക് കട്ട് ചെയ്യേണ്ടി വരും. കാരണം അള്ളാഹു അവന്റെ ആ തൗഫീക്കുകളെ ഒക്കെയും പിടിച്ചു വെക്കും. കാരണം അവന്റെ ഹൃദയത്തിൽ എന്താണോ അതേ അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുള്ളൂ. കാരണം അള്ളാഹ് നമ്മളെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്, നമ്മളുടെ പ്ലഗ്, നമ്മളുടെ ഫ്യൂസ് നമ്മളെ ഹൃദയത്തിലാണ്. അല്ലേ നമ്മളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം, അല്ലെ നമ്മളുടെ ഹിദായത്ത് നിലനിൽക്കുന്ന ഒരു ഒരു മെയിൻ മെയിൻ എന്താ പറയാ, നമ്മളെ വീട്ടിലുള്ള കറണ്ട് ബോക്സിന് എന്തോ പറയല്ലോ, മെയിൻ സ്വിച്ച് ബോർഡ് തന്നെ നമ്മളെ ഹൃദയമാണ്. അപ്പോൾ നമ്മളുടെ ചിന്തയും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. അപ്പൊ എന്നും അള്ളാഹുവിനോട് വിനയപ്പെട്ട് അത് തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവെ നിന്റെ അനുസരണയിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിക്കണേ. പക്ഷേ ഞാൻ അത്ര ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ ബലഹീനത കൊണ്ട് ഞാൻ അവിടെ തോറ്റു പോകുന്നുണ്ട് റബ്ബേ. ഒരിക്കലും നിന്നോടുള്ള അഹങ്കാരോ നിന്റെ ദീനിനോടുള്ള അവഗണനയോ ഒന്നല്ല അല്ലാ. ചില സമയത്ത് ഞാൻ അവിടെ തോറ്റു പോവാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട്. അള്ളാഹുവെ അതിനെ മറികടക്കാനുള്ള ശക്തി നിന്നിലൊന്നും എനിക്ക് വേണം. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ദുആ, എന്താണ് നമ്മൾ ആദ്യം പഠിച്ച ദുആ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എല്ലാം അള്ളാഹിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത്. ഈ 14 സെഷൻസിലും നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചു വാങ്ങാണ്. എല്ലാം നമ്മൾ സീറോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന 14 ദിവസങ്ങളായിരുന്നു ഇത്. ഇനിയും ഇൻഷാ അല്ലാഹ് അങ്ങോട്ടും അങ്ങനെ തന്നെ. അതുകൊണ്ട് ആ തേട്ട് അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹു നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ശക്തി കിട്ടണം, നിന്റെ ദീനിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ. അതുകൊണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, അള്ളാഹുവെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ അനുസരണയിലേക്ക് നീ തിരിച്ചു വിടണേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിന്റെ ചായ്വ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് അള്ളാഹ് നമ്മളെ വിടും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയത്തിന്റെ ചായ്വും നമ്മളുടെ ഹൃദയത്തിന്റെ അറ്റാച്ച്മെന്റ്സും എന്തിനാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തുക. അതിൽ ആവശ്യമില്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളൊക്കെയും അതിനെ മുറിച്ച് കളയുക. ആവശ്യമുള്ളത് മാത്രം നട്ടുപിടിപ്പിക്കുക. അതിനെ വളർത്തുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം എന്താക്കണം, നമ്മൾ എന്താവണം, നമ്മൾ എവിടെ എത്തണം എന്നുള്ളതിൻ്റെ ഒരു ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു റൂട്ട് ചിന്ത നമുക്ക് വേണം. അതില്ലാത്തടത്തോളം കാലം അള്ളാഹു നമ്മളെ വളർത്തൂല. ഇത് ഈ ഒരു ഹദീസ് പ്രസ്താവിക്കുന്നതിനിടയിൽ ഇതിന്റെ റാവിമാരിൽപ്പെട്ട ഇതിന്റെ സനദുകൾ ഉണ്ടാവല്ലോ, ഒരുപാട് ആൾക്കാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പൊ അതില് ഒരു റാവി ഈ ഹദീസ് എന്താ പറയാ പ്രസ്താവിക്കുന്നതിനിടയിൽ ഒരു ആയത്ത് ഓതുന്നുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. സൂറ ആലി ഇമ്രാനിലുള്ള ഒരു ആയത്താണ്. അതായത് ഈ ദുആ അല്ല, ഈ ദുആന്റെ ബാക്കിയായിട്ടുള്ള ഒരു ദുആ നമുക്കറിയാം അല്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് തുടങ്ങിയിട്ടുള്ള. അപ്പം ആ ദുആവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് വരുന്നത്, ആലി ഇമ്രാനിലുള്ള 8ാമത്തെ ആയത്ത്. സുബ്ഹാനല്ലാഹ്. ആ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പെട്ടെന്ന് തിരിച്ചു വരാം. എന്താണ് ആ പ്രാർത്ഥന? ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുത്. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. സുബ്ഹാനല്ലാഹ്. നൽകുന്നവനിൽ ഏറ്റവും മനോഹരമായിട്ട് നൽകുന്നവൻ റബ്ബാണ്. ഒരിക്കലും നമുക്കൊക്കെയും കിട്ടുന്നത് നമ്മൾ അർഹിക്കുന്നതല്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇന്ന് എനിക്കുള്ള ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിലക്കാത്ത ഔദാര്യാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ എന്താണോ ആ അളവിലാണ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനൊന്നും എവിടെ എത്തൂല. നമ്മൾ ഓരോരുത്തരും. ഒരു മിനിറ്റ്. ഓക്കെ, ജസാക്കുമുല്ലാഹ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിലുള്ള ഈ ദുആ, ഇതൊരു ദുആ ആണല്ലേ. കാരണം ഹിദായത്ത് നമുക്ക് അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്കൊക്കെ ഹിദായത്തുണ്ട്. പക്ഷെ നാളത്തെ നമ്മളുടെ കാര്യം അറിയില്ല. നമ്മളുടെ കൺമുന്നിൽ തന്നെ ഒരുപാട് ഹിദായത്തുള്ളവർ, പണ്ഡിതരായിരുന്നവർ, ഖുർആൻ പഠിച്ചവർ,
നമസ്കാരക്കാരായിരുന്നിട്ടുള്ളവർ പലരും പിന്നോട്ടേക്ക് പോയത് നമ്മളുടെ കൺമുന്നിൽ തന്നെ ഭയാനകമായിട്ട് ഓരോ അടയാളങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ ആയാത്തുകൾ തന്നെയാണ് അവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു പാടാണ് അങ്ങനത്തെ ഉള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആയത്തായതുകൊണ്ട് അതോടെ സൂചിപ്പിച്ചെന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വെച്ചെന്ന് വെച്ചാൽ നമ്മളുടെ കൽബുകളെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ശുദ്ധീകരിക്കുക. അവിടെ ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ശക്തിയും നമുക്ക് റബ്ബിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡൗൺ ടു എർത്ത് ആയിരിക്കണം. ഭൂമിയോളം നമ്മൾ താണിട്ടാണ് ശരിക്കും അത്രേ നമുക്കൊക്കെ എന്താ പറയുക അർഹത ഉള്ളൂ എന്നുള്ളതാണ് സുബ്ഹാനല്ലാഹ് ഓരോ ദുആയും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അറിവുള്ളവനക്ക് എന്തുണ്ടാവില്ല, അവന് വലുതാണെന്ന് അവനക്ക് തോന്നൂല. കുറച്ച് പഠിച്ചവർ കുറച്ച് അറിവുണ്ടായിട്ട് വലിയ ആള് കാണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്തോ സംഭവമാണെന്ന് തോന്നുന്ന സംബന്ധിച്ചിടത്തോളം അവന് സത്യത്തിൽ ജഹാലത്തിലാണ്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ ഓരോ കുഞ്ഞു ഇൽമും അവനെ ബോധ്യപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ നീ ഒന്നുമല്ല, നിന്റെ റബ്ബാണ് ഏറ്റവും വലുത്. റബ്ബിന്റെ മഹാത്മ്യാണ് മുഴുവൻ ദീനിന്റെ ഇൽമു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ദുആന്റെ മറ്റൊരു ഭാഗമാണിത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്താണ്? ഹൃദയത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനെ. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കൽബിന്റെ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം അതിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ടാണ് അതിന് പേരിട്ടത് നോക്കൂ അല്ലെ. അപ്പം അതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനും ആരാണ്? അള്ളാഹു ആണ്. ആ അള്ളാഹുവിനോട് തന്നെ നമ്മൾ വീണ്ടും ചോദിക്കുന്നത്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. നേരത്തെ ചോദിച്ചെന്താ അറിയാം, ഹൃദയത്തെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നിന്റെ അനുസരണയിൽ നീ തിരിച്ചു വിടണേ, നിന്റെ തൃപ്തിയിൽ നീ എന്തെന്നാണ് എന്നോട് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് എന്നെ തിരിച്ചു വിടണേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ചോദിക്കുന്നത്? ഇനി നമ്മൾ പറയാണ് എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു തരണേ, വേരൂന്നിയതാക്കണേ നിന്റെ ദീനില്. സുബ്ഹാനല്ലാഹ്. സബ്ബിത് ഖൽബി യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതായത് മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനെ. സബ്ബിസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഖുർആനിൽ തന്നെ ഒരു ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുള്ള വാക്കുകളെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞത് എന്താ വെച്ചാല് വേരൂന്നിയ ഹൃദയം, സോറി, വൃക്ഷം പോലെ എന്നാണ്. അവിടെ വേരൂന്നിയ എന്നുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള വൃക്ഷത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ച ഒരു വാക്കാണ് സബ്ബിത്ത് എന്നുള്ളത്. അതുകൊണ്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ എന്താക്കണം? നിന്റെ ദീനിൽ അലാ ദീനിക്ക്, നിന്റെ ദീനിൽ എന്താക്കണം? വേരൂന്നിയ, ഒരു കാറ്റോ ഒരു ഇടിമിന്നലോ വരുമ്പോ ഇളകിപ്പോകുന്ന ഒഴുകിപ്പോകുന്ന ഒരു ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ. കാറ്റിലായാലും എന്താ പറയാ വെള്ളപ്പൊക്കത്തിലായാലും എൻ്റെ ഹൃദയത്തെ നീ അവിടെ ഉറപ്പിച്ചു നിർത്തണം. എത്ര വലിയ ഭൂമി കുലുക്കം ഉണ്ടായാലും എൻ്റെ ഹൃദയത്തെ, അതായത് ഈമാനിന്റെ കുലുക്കം ഉണ്ടായാലും റബ്ബെ നിന്റെ പ്രതീക്ഷയിൽ, നിന്റെ ഈമാനിൽ, നീ തന്ന ഈമാനിൽ പ്രതീക്ഷയോട് കൂടിയിട്ട് ഉറച്ചു നിൽക്കണം എൻ്റെ ഹൃദയം. അതിങ്ങനെ ഇളകി കളിക്കാൻ പാടില്ല, അതിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ പാടില്ല അല്ലെ. ഇളകി കളിക്കലാണ് അതിന്റെ യഥാർത്ഥ സ്വഭാവം. സത്യത്തില് നമുക്ക് തന്നെ പലപ്പോഴും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഒന്ന് തോന്നും, പിന്നെ രണ്ടാമത്തെ വേറെ തോന്നും. പലതും തോന്നി 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 അവസാനം നമ്മൾ തന്നെ ഒരു കുടുക്കിൽ പെടും. അതാണ് ഹൃദയത്തിന്റെ സ്വഭാവം, അതാണ്. പക്ഷെ അതിനെ സൃഷ്ടിച്ചവനെ റബ്ബിനോട് നമ്മൾ ചോദിക്കണം, അതിനെ നീ ദീനിലേക്ക് നീ ഉറപ്പിച്ചു തരണേ. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് ഷഹ്റുബ്നു ഹൗഷബ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ റഹിമഹുല്ലാ അവര് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവര്, അതായത് ഷഹ്റുബ്നു ഹൗഷബ് റഹിമഹുല്ലയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള സംഭാഷണത്തിൽ നിന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സ്വഹീഹായിട്ടുള്ള ഇതിൽ വരാണ് ആ ഒരു സംഭവം. അതാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ റസൂലിന്റെ ഭാര്യമാരെ പറ്റി അവിടെ നിന്ന് സൂചിപ്പിച്ചത്.
മുസലമയും ആ താബിഈ പണ്ഡിതനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നാണ് ഇമാം തിർമിദി ഇത് എന്താക്കുന്നത്, സ്വഹീഹായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു ദുആന്റെ നമ്മളിപ്പോ രണ്ടാമത് മനസ്സിലാക്കി, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നുള്ള ദുആന്റെ ഒരു പശ്ചാത്തലം കൂടി ഇൻഷാ അല്ലാഹ് ഇവിടെ സൂചിപ്പിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആരാന്ന് നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, ഞങ്ങളുടെ ഉമ്മയാണ് അല്ലെ. അവരുമായിട്ട് സഹവസിക്കുന്ന സമയത്ത് ഒരു സഹാബി അവരോട് ചോദിക്കാണ്, അവരുമായിട്ട് സഹാബിയല്ല പണ്ഡിതൻ, അവരുമായിട്ട് സഹവസിക്കുന്ന സമയത്ത് റസൂൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത പ്രാർത്ഥന ഏതാന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഭാര്യയും ആ ഭർത്താവും ആ ഇണകള് തമ്മിൽ ജീവിക്കുന്ന ആ ദിവസങ്ങള് അല്ലെ, അവര് കഴിഞ്ഞുകൂടുന്ന ആ കാലഘട്ടം, ആ വീട്, അവരുടെ ഹുജറാത്ത്, അതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ മനസ്സിലേറെ അല്ലേ. എന്നിട്ട് ആ താബിയ പണ്ഡിതൻ ചോദിക്കുമ്പോൾ മുസലമ റളിയല്ലാഹു അൻഹ ആ ഹൃദയത്തിൽ നിന്ന് ആ ചിത്രത്തിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു കൊടുക്കാണ്, കാന അക്സറു ദുആഇഹി യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂലിന്റെ ഏറ്റവും അധികരിച്ച പ്രാർത്ഥന, അല്ലെങ്കിൽ റസൂൽ അധികമായി ചൊല്ലിക്കൊണ്ടിരുന്നത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതാരെ ദുആ ചെയ്യുന്നത് അല്ലേ? റസൂലാണ്. ദീനിന്റെ കാവലാളായിട്ടുള്ള ഏറ്റവും അവസാനത്തെ പ്രവാചകനും സ്വർഗത്തിൽ ആദ്യമായി കടക്കാൻ പോകുന്ന നമ്മളുടെ റസൂലാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് ചൊല്ലുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ പോലെ തന്നെ ഒരു ആശ്ചര്യം മുസലമ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, മാ അക്സറു ദുആഇക യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്തുകൊണ്ടാണ് റസൂലെ ഈ പ്രാർത്ഥന ഇത്രയധികം നീ റസൂല് ചൊല്ലാൻ കാരണം എന്ന് റസൂലിന്റെ ഭാര്യ റസൂലിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭം, ആ ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട്, സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂല് പറയാണ്, ഉമ്മു സലമ, നമ്മളൊരു പ്രസ്താവന ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ, ആ ദുആവും ഈ ദുആവും, അതായത് അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രസ്താവന റസൂൽ പറഞ്ഞതിന് ശേഷമാണ് ആ ദുആ പറഞ്ഞു കൊടുക്കുന്നത്. അതേ മറുപടി തന്നെയായിരുന്നു ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് എല്ലാ മനുഷ്യരുടെയും ഹൃദയം നിൽക്കുന്നത് അല്ലെ. അപ്പൊ അള്ളാഹു അത് അവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് അവൻ തിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവൻ ഉദ്ദേശത്തിനനുസരിച്ച് നേരെ ചൊവ്വയാക്കുകയും ചെയ്യും, ചിലപ്പോൾ അത് വ്യതിചലിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ദുആ ചെയ്യലെന്താണ്, എനിക്ക് ദുആ ചെയ്യൽ നിർബന്ധമാണ്. അതായത് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലുള്ള ആ ഹൃദയങ്ങളെ തിരിച്ചുകൊണ്ടിരിക്കും അവന്. ചിലപ്പോൾ അത് നേരെ ചൊവ്വയാകുകയും ചെയ്യും, ചിലപ്പോൾ അത് വ്യതിചലിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ദുആ അത്രമേൽ പ്രാധാന്യത്തോട് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ടിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ഇതേ സംഭവം തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരൊക്കെ സ്വഹാബാക്കളായിരുന്നല്ലോ, റസൂലിന്റെ കൂടെ ഊണിലും ഉറക്കിലും പഠനത്തിലും ജീവിതത്തിലും യുദ്ധത്തിലും എല്ലാം റസൂലിന്റെ കൂടെ ഉണ്ടാവുന്ന സഹാബിമാരും റസൂൽ ഇത്രമാത്രം ഈ ദുആ അധികരിപ്പിക്കുന്നത് കണ്ടിട്ട് അവരും ചോദിച്ചു, റസൂലെ, എന്തുകൊണ്ടാണ് റസൂലെ ഈ ദുആ റസൂൽ ഇത്ര അധികരിപ്പിക്കാൻ കാരണം നമ്മളൊക്കെയും റസൂൽ എന്താണോ പറഞ്ഞത് അത് ഓൺ ദ സ്പോട്ട് അനുസരിക്കാൻ അല്ലെ. അള്ളാഹു ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റസൂൽ അത് പറഞ്ഞ ഉടനെ അത് ചെയ്യാൻ നമ്മളൊക്കെയും തയ്യാറാണല്ലോ. അങ്ങനെ നമ്മളെന്താ മുനാഫിക്കീങ്ങളെ പോലെ പകുതി പകുതി ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒരു സമയത്തൊന്ന് ഒരു സമയത്തൊന്ന്, അങ്ങനൊന്നും അല്ലല്ലോ. സ്വഹാബാക്കൾ എന്ന് പറയുമ്പം അത്രമേൽ പൂർണ്ണമായിട്ടും എല്ലാത്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ എന്താ ഞങ്ങളെ കാര്യത്തിൽ ഭയം ഉള്ളത് കൊണ്ടാണ് നീ ഈ ദുആ ഇങ്ങനെ റസൂൽ ഈ ദുആ ഇങ്ങനെ അധികരിപ്പിക്കുന്നത് എന്നുള്ളത് സഹാബാക്കൾ റസൂലിനോട് ചോദിക്കുന്നുണ്ട്. കാരണം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ റബ്ബെ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലേ ചോദിക്കുന്നത്. അപ്പൊ റസൂൽ അവിടെയും നൽകുന്ന ഉത്തരം എന്താണ്, എല്ലാ ഹൃദയങ്ങളും അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം അവനത് തിരിക്കും. ചിലപ്പോൾ അത് നേരെ ചൊവ്വയാവും, ചിലപ്പോൾ അത് വ്യതിചലിച്ചു പോകും. അവൻ നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. അതാണ് റസൂൽ അവിടെയും നൽകുന്ന മറുപടി. സുബ്ഹാനല്ലാഹ്.
ഇനി ഇൻഷാല്ല അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ഈ ദ്വാ ഇന്നത്തെ ദ്വാ സെഷൻ ഇൻഷാല്ല നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങളും ഈ ദുനിയാവിലുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളും മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യരുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊന്നും എന്താക്കിയിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതാണ് ഈ പ്രസ്താവനയിൽ നിന്നും റസൂലിന്റെ ആ ഒരു പ്രസ്താവനയിലേക്ക് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു മലക്കുകളോ ഒരാളും ഇല്ല. നമ്മള് അറിവില്ലായ്മയുടെ പേരിൽ എന്തൊക്കെയോ നമ്മളെ ഹൃദയങ്ങളൊക്കെ എന്തിന്റെയോ ആരെല്ലോ നിയന്ത്രിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചതാണ്. അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലേ, നോമ്പ് എനിക്കുള്ളതാണെന്ന് പറയുന്നില്ലേ, അതുപോലെ നമ്മളുടെ ഹൃദയത്തിന്റെ ഏക കണക്ഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ റബ്ബിന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുണ്ട്, മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ ഹൃദയങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയൊരു കാരുണ്യാണിത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇതിനു മുന്നേ നമ്മളുടെ ഒരുപാട് ദ്വാകള് ഈ 14ലും ഒരുപാട് ദ്വാകൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ദ്വാ ചെയ്തിട്ടുണ്ട് അല്ലെ. ഹൃദയത്തിന്റെ എന്താ പറയാ പരിശുദ്ധതക്ക് വേണ്ടിയിട്ടും നമ്മളുടെ ബലഹീനത തുറന്നു കാട്ടിയിട്ട് അള്ളാഹുവിനോട് റഹ്മത്തിന് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട്. അവിടെ ഒക്കെയും നമ്മൾ പറഞ്ഞൊരു വിഷയം എന്താണ്, നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ള് നമുക്ക് മാത്രം, അതായത് സൃഷ്ടികളിൽ നമുക്ക് മാത്രമേ അതിന് ഏറ്റവും നന്നായിട്ട് അറിയുള്ളൂ അല്ലെ. എന്റെ മുന്നിലിരിക്കുന്ന ഒരാൾ എന്നോട് പുഞ്ചിരിക്കാൻ കാരണം അവൻ എൻ്റെ ഹൃദയത്തിലുള്ള മുഴുവൻ അറിയാത്തത് കൊണ്ടാണ്. ഒരു പക്ഷേ അവനെങ്ങാൻ എൻ്റെ ഹൃദയത്തിന്റെ എല്ലാ ചിന്തകളും അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഏറ്റവും നല്ലൊരു ബന്ധം അവൻക്ക് എനിക്ക് നൽകാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഒരു കാരുണ്യം ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനോടൊരു മറയിട്ടത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മലക്കുകളെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയാൻ അനുവദിച്ചിട്ടില്ല. അവൻ മനുഷ്യരോടുള്ള അവന്റെ ഒരു കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം നോക്കൂ. നമ്മളുടെ എന്താ പറയാ സ്വകാര്യതകള്, നമ്മളുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ ഓരോ ചിന്തകള്, അത് സൗഭാഗ്യത്തിൽപ്പെട്ട അതായത് നന്മകളിൽപ്പെട്ട ചിന്തകളും ഉണ്ട് അല്ലെ. മുഴുവൻ തിന്മകൾ മാത്രമല്ല നമ്മൾ ആരും ചിന്തിക്കുന്നത്, ഒരുപാട് നന്മകൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ബലഹീനതകളുടെയും ഒരു പക്ഷെ അറിവില്ലായ്മ കൊണ്ട് ജഹാലത്തിന്റെയും ഒരു പക്ഷെ സംശയങ്ങളുടെയും അങ്ങനെ എത്ര എത്ര ഒരാളെ മുമ്പിൽ പങ്കുവെക്കാൻ പറ്റാത്ത വിധം ഒരു പക്ഷെ ദുർഗന്ധം വമിക്കുന്ന ഒരുപാട് ചിന്തകൾ നമ്മൾ ഹൃദയത്തിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ അത് സൃഷ്ടിച്ച റബ്ബിനെ പറ്റിയിട്ടും പോയിട്ടുണ്ടാവാം. എന്നിട്ട് അള്ളാഹുവിന് ഒന്ന് ആ റഹ്മത്തിന്റെ ഒരു വിശാലത ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ റബ്ബ് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വെച്ചോ, ഞെരുക്കി കളഞ്ഞോ, ഹിദായത്ത് തടഞ്ഞോ? ഇല്ലല്ലേ. സുബ്ഹാനല്ലാഹ്, അവന്റെ കാരുണ്യം ഇപ്പോഴും ഈ ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ട ഏറ്റവും വലിയ റഹ്മത്ത് എന്നാണ് ഈ ഒരു റഹ്മത്തിനെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇത് അത് അതായത് നമ്മളും അള്ളാഹും തമ്മിലുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒന്നുകൊണ്ട് പറയാം, അള്ളാഹുവിന്റെ ഹൃദയത്തിലുള്ള എല്ലാ ദുർബലതകളും നീ അറിഞ്ഞിട്ടും നീ എനിക്ക് കാരുണ്യം ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ റബ്ബേ. അതാ ഞാൻ ബലഹീന തന്നെയാണ്, എനിക്ക് വീഴ്ച പറ്റിക്കൊണ്ടിരിക്കുന്നേണ്ട്. പക്ഷെ നീ തരുന്ന ശക്തി കൊണ്ടാണ് എനിക്ക് അമലുകൾ ചെയ്യാൻ പറ്റുന്നത്. അത് നീ എന്നെന്നും നിലനിർത്തി തരണേ എന്നുള്ള ആ ഒരു ഏറ്റവും താഴ്മയിൽ ഏറ്റവും വിനയത്തിൽ റബ്ബിനോടൊന്നും ദുആ ചെയ്യാൻ നമുക്കൊക്കെയും തൗഫീഖ് വേണം. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് ശുക്റുള്ളവരായിട്ട് നമ്മൾ തീരണം. നമ്മളുടെ ഹൃദയം കൈകാര്യം ചെയ്യാൻ മറ്റൊരാളെയും അനുവദിക്കാത്തതുകൊണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. സൃഷ്ടിച്ച റബ്ബിനറിയാം മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തൊക്കെയും കടന്നു പോവും, എന്തൊക്കെയാണ് അതിൽ അവൻ ചിന്തിച്ചു കൂട്ടുന്നത്. അതൊരാളെ അറിയാൻ അവൻ അവൻ അനുവദിച്ചിട്ടില്ല. മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആദരവ് അത് തന്നെയാണ്. മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരുടെ അള്ളാഹു തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആദരവാണത്. സുബ്ഹാനല്ലാഹ്. നാളെ പരലോകത്തും നമ്മളുടെ ന്യൂനതകളൊക്കെയും മറച്ചു വെച്ച്
നമ്മളും അള്ളാഹു മാത്രമായിട്ടുള്ള ആ ഒരു സംഭാഷണത്തിൽ അതിനെ ഒതുക്കി നമ്മളെ ജന്നത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആ ഒരു അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഏറ്റവും വലിയ റഹ്മത്താണ് സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ. അപ്പോൾ ഏറ്റവും വലിയ റഹ്മത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെയും എത്തിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അതുപോലെ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബന അലാ ത്വാഅതിക് എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള ദുആ എന്നെന്നും നമ്മളുടെ ജീവിതത്തിൽ റസൂൽ അധികരിപ്പിച്ച പോലെ നമുക്കും അധികരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെയും പിഴവുകൾ എൻ്റെ ബലഹീനതകൾ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്ത് നൽകുമാറാവട്ടെ. അതുപോലെ ആ ബലഹീനതകളെ, ആ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ച് കളയട്ടെ. ആമീൻ. അതുപോലെ ഈ ദുആവും ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ സദസ്സിൽ നിന്ന് നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെയും പറ്റിയത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടതിനേക്കാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഹൃദയം കൊണ്ട് അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി